ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷർ CMA മലയാളം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ടാക്സ് ഓഡിറ്റുകളാണ്, കോസ്റ്റ് ഓഡിറ്റാണ്. സോ ടാക്സ് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു രജിസ്റ്റേർഡ് GST പ്രാക്ടീഷണർ ആവണം. ഒരു CMA പഠിക്കുന്ന വിദ്യാർത്ഥി CMA ഇൻ്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം അവൻ ഒഫീഷ്യലായിട്ടൊരു GST രജിസ്റ്റേർഡ് പേഴ്സൺ, രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ ആവുകയാണ്. അപ്പം നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്യുമെന്ന് നമുക്കൊക്കെ അറിയാം. സോ നമ്മൾ GST കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GST എന്താണ്, GSTയുടെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എന്താണ് GSTക്ക് കുറേയുള്ള അഡ്വാൻറ്റേജസ്, പിന്നെ എന്തൊക്കെയാണ് GST സംബന്ധിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷനിൽ പറയാനുണ്ടോ, അത് മുഴുവൻ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം നമുക്ക് കേവലം ഒരു പരീക്ഷയ്ക്ക് ഒരു എക്സാമിനെ ബേസ് ചെയ്ത് മാത്രം പഠിക്കാതെ GST നമ്മൾ ഫ്യൂച്ചറിൽ GSTയിൽ വരുന്ന എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ അപ് ടു ഡേറ്റ് ആയി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രാക്ടീഷണറായി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നമുക്കറിയാം നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് GST, കസ്റ്റംസ് ഒക്കെ. സോ ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും നമുക്കറിയാം. ഡയറക്റ്റ് ടാക്സ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ ഇൻകം ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിൽ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. അതെന്താണെന്ന് ആദ്യമേ നോക്കാം. നമ്മുടെ ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡയറക്റ്റ് ടാക്സ് നമ്മൾ ഡയറക്റ്റ്ലി കസ്റ്റമർ അല്ലെങ്കിൽ ഇൻകം ടാക്സിന് അസസിബിൾ ആയിട്ടുള്ള ആ ഒരു വ്യക്തി നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതാണ്. സോ പെയർ ഓഫ് ടാക്സ് ആൻഡ് സഫർ ഓഫ് ടാക്സ് ഇസ് വൺ ആൻഡ് ദി സെയിം. ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നതും അത് സഫർ ചെയ്യുന്നത് വ്യക്തിയും സെയിം ആണ്. ബട്ട് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പേരിൽ നമുക്കറിയാം, നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്ത് ആ GST നമ്മുടെ സപ്ലയർ ആണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. സോ നമ്മൾ പേ ചെയ്യുന്ന വ്യക്തിയല്ല ടാക്സ് സഫർ ചെയ്യുന്നത്, അത് സഫർ ചെയ്ത് കൊടുക്കുന്നത് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് കൊടുക്കുന്നത് സപ്ലയർ ആണ്. അപ്പോൾ ഗവൺമെൻറ്റിലേക്കും നമ്മുടെ കസ്റ്റമറിലേക്കും മിഡിലായിട്ടുള്ള ഒരു നമ്മളെ ലിങ്ക് ചെയ്യുന്ന ഒരു കണക്ഷൻ മാത്രമാണ് നമ്മുടെ സപ്ലൈസ് എന്ന് പറയുന്നത്. സോ അതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ ഡയറക്റ്റ് ടാക്സ് നമുക്കറിയാം, നമ്മൾ ഇൻകം ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടാക്സുകളാണ് ഡയറക്റ്റ് ടാക്സിൽ വരിക. ഇനി നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈയുടെ ബേസ്, അവിടെ സപ്ലൈ ഉണ്ടോ നമ്മൾ GST അടയ്ക്കണം, അതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സിൽ പറയുന്നത്. ദെൻ ഡയറക്റ്റ് ടാക്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ രീതിയാണ്. നമുക്കറിയാം സീനിയർ സിറ്റിസണും സൂപ്പർ സീനിയർ സിറ്റിസണിനും എങ്ങനെയാണ് അവരുടെ ഏജിനുള്ള അവരുടെ ലിമിറ്റൊക്കെ കാര്യങ്ങളും നമ്മളുടെ ഇൻകം ടാക്സിൽ പഠിക്കുന്നതാണ്. സോ റേറ്റ് ഓഫ് ടാക്സ് ഓരോ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ഒരു വ്യക്തിക്ക് ഇന്ന ടാക്സ്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസണിന് ഇന്ന ടാക്സ്, സൂപ്പർ സീനിയർ സിറ്റിസൺസിന് ഇത്ര ടാക്സ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും സെയിം റേറ്റ് ഓഫ് ടാക്സ് ആണ്. ദെൻ നമ്മുടെ ഡയറക്റ്റ് ടാക്സിൻ്റെ എൻറ്റയർ റവന്യൂ, അതായത് നമ്മൾ അടയ്ക്കുന്ന ഇൻകം ടാക്സ് എത്രയാണോ, ഇപ്പോൾ എനിക്ക് ഉള്ള വരുമാനത്തിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഡയറക്റ്റ് ടാക്സ് എത്രയാണോ ആ ഡയറക്റ്റ് ടാക്സ് ഞാൻ നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് അടയ്ക്കുന്നത്. അവിടെ ഒരു ഷെയറിംഗ് ഇല്ല, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ഒരു ഷെയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരിട്ട് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൽ അല്ലെങ്കിൽ GSTയുടെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും CGST SGST എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കുക. CGST അറിയാം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതാണ്, SGST സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അത് യൂഷ്വലി നമ്മൾ ഈക്വൽ റേറ്റ്, ഇപ്പോൾ 12% GST ആണെന്നുണ്ടെങ്കിൽ അതിൽ 6% CGST, 6% SGST ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ റവന്യൂ, നമ്മൾ കൊടുക്കുന്ന റവന്യൂ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഡയറക്റ്റ് ടാക്സ് നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്, പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. സോ രണ്ട് കൂട്ടർക്കും ഈ ഒരു GST കൊണ്ട് വരുമാനമുണ്ട്. ദെൻ ഡയറക്റ്റ് ടാക്സ് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഇൻകം ആണ് നമ്മൾ ഈ അസസ്മെൻറ്റ് ഇയറിൽ അസസ് ചെയ്ത് കൊടുക്കുന്നത്. പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ഈ വർഷം അസസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൽ അങ്ങനെ പ്രീവിയസ് ഇയർന്നോ അസസ്മെൻറ്റ് ഇയർന്നോ കറണ്ട് ഇയർന്നോ ഒന്നുമില്ല. ഈ വർഷം നമ്മൾ സപ്ലൈ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ GST ആ ഒരു ടൈമിൽ പേ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ലോട്ടുകളായിട്ടാണ് നമ്മൾ ഒരു സാധനം അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ GST അടച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതെങ്ങനെയാണോ സപ്ലയറും റെസിപ്പിയൻറ്റും കൂടെ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് എങ്ങനെയാണോ അങ്ങനെ. ദെൻ ഡയറക്റ്റ് ടാക്സ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഈ ഒരു റവന്യൂസ് കളക്ട് ചെയ്യുന്നത്. ആരാണ്? CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. പിന്നെ നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് GST കളക്ട് ചെയ്യുന്നത് CBEC ആണ്, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ്. ദെൻ ലെജിസ്ലേറ്റീവ് അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മുടെ
സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് CBIC നമ്മുടെ ടാക്സുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഡയറക്റ്റ് ടാക്സ് നമ്മൾ നേരെ CBDT-യിലേക്കും ഇൻഡയറക്റ്റ് ടാക്സ് CBEC-യിലേക്കും CBIC-യിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവരാണ് കളക്ട് ചെയ്യാനുള്ള, അവർക്കാണ് അതിൻ്റെ അധികാരം. ദെൻ എന്താ പറയുക, ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് നേച്ചറാണ്, അതൊരു പുരോഗമനമായ സ്വഭാവമുള്ളൊരു ടാക്സാണ്. മറ്റേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ റിഗ്രസീവ് നേച്ചറാണ്, ഒരു പിന്തിരിപ്പൻ സ്വഭാവമാണുള്ളത്. കാരണം ഡയറക്റ്റ് ടാക്സ് നമുക്ക് എപ്പോഴും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമുക്ക് എത്ര വരുമാനം ഉണ്ടോ ആ വരുമാനത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം നമ്മൾ വാങ്ങിയാൽ മാത്രമാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. സോ സപ്ലൈ നടന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇൻ കേസ് സപ്ലൈ നടക്കുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ GST എൻ്റെ കയ്യിൽ നിന്ന് പോവില്ല. സോ റിഗ്രസീവ് നേച്ചറാണ്, ഒരു പിന്തിരിപ്പൻ സ്വഭാവമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് GST-യിൽ നമ്മുടെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഈ ഡിഫറൻസ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം എന്താണ് ഒരു വൺ വേർഡിൽ വന്നാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും വൺ വേർഡിൽ നിന്ന് നമുക്ക് ചോദിച്ചാലും, ഇൻ കേസ് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഒക്കെ അസസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ ഇതാണ് മെയിനായിട്ട് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ GST കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് നോക്കാം. ഇതിൻ്റെ ഡേറ്റ്, ഇത് അമെൻമെൻറ്റ് ചെയ്ത ബില്ല്, അല്ലെങ്കിൽ ഇതിൻ്റെ എത്രാമത്തെ അമെൻമെൻറ്റ് ആക്ട് ആണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയാസ് അല്ല. സോ വൺ വേർഡിലാണെങ്കിലും നമ്മൾ ഇൻ കേസ് നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിലും, ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് GST എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 8 സെപ്റ്റംബർ 2016 നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 122nd അമെൻ ബില്ല് 122ാമത്തെ അമെൻ ബില്ല് പാസ്സാക്കി 8 സെപ്റ്റംബർ 2016 നമ്മുടെ GST കൊണ്ടുവരുന്നത്. അത് അമെൻമെൻറ്റ് ആക്ട് 101 അമെൻമെൻറ്റ് ആക്ട് ആണ് 2016. ഓക്കെ, അപ്പോൾ ആദ്യം 2014 നമ്മൾ 122nd അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 8 സെപ്റ്റംബർ 2016 നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അമെൻമെൻറ്റ് ആക്ട് 101 അമെൻമെൻറ്റ് ആക്ട് 2016 ആണ്. ഓക്കെ, നമ്മൾ അമെൻമെൻറ്റ് വരുത്തിയെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് വരുത്തുന്നത് എന്താണ്, നമ്മൾ GST കളക്ട് ചെയ്യുന്നത്, ലെവി ഓഫ് GST എന്ന് പറയുന്നത് 4 ടൈപ്പാണ്. CGST, SGST, IGST, UTGST. ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്ത് CGST സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്നതാണ്. SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നതാണ്. IGST നമുക്കറിയാം, IGST നമ്മൾ കൂടുതലും ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് ഒക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ സപ്ലൈ നടത്തുമ്പോഴൊക്കെ വരുന്നതാണ് IGST. ആ IGST-യുടെ ഉള്ളിലും നമ്മൾ CGST, SGST എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. സോ IGST നമ്മുടെ 2 ഗവൺമെൻറ്റിനും ഈക്വലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ UTGST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതായത് യൂണിയൻ ടെറിട്ടറീസിൽ നമ്മൾ എന്തെങ്കിലും സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ടാക്സ്. അപ്പോൾ ആർട്ടിക്കിൾ 246A പ്രകാരം ഈ താഴെ പറയുന്ന ഈ ഒരു ഹെഡിലാണ് നമ്മൾ GST കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് GST നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് എക്സെപ്റ്റ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഒഴികെ ബാക്കി എല്ലാ ഗുഡ്സിനും നമുക്ക് GST ചാർജ് ചെയ്യുന്നുണ്ട്. GST ആപ്ലിക്കബിൾ ആണ്. സോ എക്സൈസ് ഡ്യൂട്ടി നമുക്ക് ലെവി ചെയ്യാനുള്ള അധികാരം ഇപ്പോഴും താഴെ പറയുന്ന പ്രൊഡക്ട്സിന് അത് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഹെഡിൽ തന്നെയാണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് അതായത് പെട്രോള്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൻ ഫ്യൂവൽ, ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രൊഡക്ട്സ്. ഇതെല്ലാം നമ്മൾ ഇപ്പോഴും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നതിൻ്റെ കീഴിലാണ് വരുന്നത്. അത് GST-യുടെ കീഴിലല്ല. ഇപ്പോൾ ഇനി ഫർദർ അമെൻമെൻ്റ് ഒക്കെ വന്നതിന് ശേഷം ഇത് നമ്മുടെ GST-യുടെ കീഴിൽ തന്നെ വരാം. ഇതുവരെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പോകുന്ന സിറ്റുവേഷനിൽ അത് എക്സൈസ് ഡ്യൂട്ടിയുടെ കീഴിലാണ് പോകുന്നത്. ഇനി താഴെ പറയുന്ന കുറച്ച് വസ്തുക്കളുടെ ടാക്സ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതും ഈ പറഞ്ഞ പോലെ പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് അല്ലെങ്കിൽ പെട്രോള്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൻ ഫ്യൂവൽ, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷന് GST ഇല്ല. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന എത്രയാണോ പെർസെൻറ്റേജ് പറയുന്നത് ആ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും ഗവൺമെൻറ്റിലേക്ക് വരുമാനം ചെയ്യില്ല. അപ്പോൾ ഇതാണ് GST-യുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് എങ്ങനെയാണ് GST വന്നതെന്ന് അറിയണം. GST വന്നത് 8 സെപ്റ്റംബർ 2016 നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു GST എന്ന് പറയുന്ന കൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്.
ദെൻ അമെൻമെൻറ്റ് ആക്ട് 122 അമെൻമെൻറ്റ് ബില്ലാണ്, അമെൻമെൻറ്റ് ബില്ല് 122 അമെൻമെൻറ്റ് ബില്ലും അത് 2014 വന്നത്. അമെൻമെൻറ്റ് ആക്ട് 101 അമെൻമെൻറ്റ് ആക്ട് ആണ്, അത് 2016 നമ്മൾ എനാക്ട് ചെയ്ത് വന്നത്. ഓക്കെ, GST ഓവറോൾ ഇന്ത്യയിലെ ഏതൊരിടത്തും, അതായത് ജമ്മു ആൻഡ് കാശ്മീരിന് എക്സംഷൻ ഒന്നുമില്ല, എന്നാലും കുറച്ച് സ്റ്റേറ്റുകൾക്ക് കുറച്ച് കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും GST നമ്മുടെ ഓൾ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ GSTയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാനുള്ളൂ. ദെൻ നമ്മൾ എന്താണ് GST? നമ്മൾ GST എന്ന് പറയുമ്പോൾ നമ്മൾ GSTയുടെ ഫുൾ ഫോം എന്താണെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒരിക്കലും അങ്ങനെ പറയരുത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ആ സർവീസസിൻ്റെ ആ ഒരു എസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ സേവനങ്ങൾ മാത്രമല്ല, ഒത്തിരി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. സർവീസ് എന്നൊരു വേർഡിൽ മാത്രം ഒതുക്കരുത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് നമ്മുടെ GSTയുടെ ഫുൾ ഫോം. അതൊരു GST പഠിക്കുന്ന ഒരു വ്യക്തി അതൊരിക്കലും തെറ്റിച്ച് പറയരുത്. സോ ആരെങ്കിലും ചോദിക്കുമ്പോൾ GST എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊരു മറുപടി ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ GST എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ്. ആ ടാക്സ് നമ്മൾ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷന് മാത്രം കൊടുക്കുന്നില്ല. ബാക്കി എന്ത് വസ്തുക്കളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കണം? GST കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ ഒരു സാധനം വാങ്ങാനുള്ള റൈറ്റ് ഉള്ളൂ. ദെൻ നമ്മൾ GST എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ടാക്സ് ലെവി ഓൺ സെയിൽ ഓർ സർവീസസ് ഓർ ബോത്ത്. നമ്മൾ സെയിൽ ചെയ്തതിനോ സർവീസ് കൊടുക്കുന്നതിനോ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ്. ഇപ്പം ഞാൻ സർവീസ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതിന് എനിക്ക് തന്ന ആ വ്യക്തി ആരാണോ ആ പുള്ളിക്ക് GST കൊടുക്കണം. അതൊരു ഫേം ആണെന്നുണ്ടെങ്കിൽ, ഒരു കൺസൾട്ടൻസി ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന് ഞാൻ കൊടുക്കുന്ന അവരെൻ്റെ പേരിൽ ചാർജ് ചെയ്യുന്ന സർവീസ് ഫീസ് എത്രയാണോ അതിൻ്റെ ഉള്ളിൽ GST ഇൻക്ലൂഡഡ് ആണ്. ദെൻ GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. ഫൈനലായിട്ടുള്ള കൺസ്യൂമറാണ് ഈ ഒരു GST പേ ചെയ്യുന്നത്. സോ ഡെസ്റ്റിനേഷൻ ബേസ്ഡ്, ഉപഭോക്താവ് ആരാണോ, ഏത് വസ്തുവാണോ അവൻ ഉപഭോഗം നടത്തുന്നത്, ആ ഒരു വസ്തുവിനാണ് നമ്മൾ GST പേ ചെയ്യുന്നത്. ദെൻ GST ഓഫേഴ്സ് എ കോംപ്രിഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ചേഞ്ച് ഓഫ് ടാക്സ് ക്രെഡിറ്റ്. അതായത് നമുക്കറിയാം പ്രോപ്പറായിട്ട് ഇപ്പോൾ എനിക്ക് GST, ഞാനൊരു സപ്ലയർ ആണ്, എനിക്ക് GST ഒരു 10,000 രൂപ അടയ്ക്കാനുണ്ട് ഗവൺമെൻറ്റിലേക്ക്. അതിൻ്റെ ഡേറ്റ്, നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ 10,000 റുപ്പീസ് ഞാൻ പേ ചെയ്താൽ ഗവൺമെൻറ് എന്നോട് ITC ടേക്കപ്പ് ചെയ്തോളാൻ പറയും. ഇൻ കേസ് ഞാൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ലോട്ടായിട്ട്, ഇപ്പോൾ 10,000 ഉണ്ട് ടോട്ടൽ GST, ഒരു മാസം ഞാൻ 2,000 കൊടുത്തു, നെക്സ്റ്റ് മന്ത് 3,000 കൊടുത്തു, അങ്ങനെ കൊടുത്താൽ എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫുൾ പേയ്മെൻറ്റും നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് ITC ക്ലെയിം ചെയ്യാനുള്ള ആ ഒരു അവസരമുണ്ട്. സോ നമുക്ക് കോംപ്രിഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാനുള്ള സാധ്യത GSTയിലാണ് കൂടുതൽ. ദെൻ ഇതിൻ്റെ ഫൈനൽ ബേർഡൻ ബോൺ ചെയ്യുന്നത് നമ്മളായ കൺസ്യൂമേഴ്സാണ്. കാരണം എല്ലാവരും GST ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു സപ്ലയേഴ്സിന്, കടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി GST വന്നതുകൊണ്ടെന്ന്. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു GSTയുടെ ടാക്സ് എമൗണ്ട് ശരിക്കും കൊടുക്കുന്നത് കൺസ്യൂമറാണ്. ഇവർ ജസ്റ്റ് ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബേർഡൻ ബോൺ ചെയ്യുന്നത് ഫൈനൽ കൺസ്യൂമർ തന്നെയാണ്. ഓക്കെ, ദെൻ വരുന്നത് GST എലിമിനേറ്റ് കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ്. അതായത് ഒരു ടാക്സിന്മേലും മറ്റൊരു ടാക്സ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ നമുക്ക് അങ്ങനത്തെ ഒരു വസ്തുവിന് നമ്മൾ ഓൾറെഡി ടാക്സ് അടച്ചു, നമ്മളത് തിരിച്ച് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു വസ്തുവിന് GST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെയും GST അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ GST ബ്രിങ്സ് യൂണിഫോം സ്ട്രക്ചർ ഓൾ ഓവർ ഇന്ത്യ. നമ്മുടെ മൊത്തം ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ യൂണിഫോം സ്ട്രക്ചറാണ് നമ്മൾ GST കൊണ്ടുവന്നിരിക്കുന്നത്. സോ എന്താണ് GST എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അടുത്തത് നമുക്ക് പറയാനുള്ളത് GSTയുടെ മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നു ഈ ഒരു പോർഷൻ ഒരിക്കലും നമ്മൾ പഠിക്കാതെ വിടരുത്. അതൊരു എക്സാം ബേസ്ഡ് മാത്രമായിട്ട് കാണരുത്. നമ്മൾ ഫ്യൂച്ചറിലോട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് GST എന്ന് പറയുന്നത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനെക്കുറിച്ച് മാക്സിമം നമുക്ക് എത്രത്തോളം ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് തന്നെ വെക്കുക. കാരണം അത് ഫ്യൂച്ചർ റെഫറൻസിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് നോക്കുന്നത്. അഡ്വാൻറ്റേജ് ഒന്നേ ഉള്ളൂ, ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് വൺ നേഷൻ വൺ ടാക്സ്. എല്ലാ നേഷനും ഒറ്റ ടാക്സ് എന്നുള്ളത്, അതായത് ഓരോ സ്റ്റേറ്റ് വൈസ് സെപ്പറേറ്റ് ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഉള്ളത് ആൽക്കഹോൾ ലിക്കറിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സപ്ലൈസിനും നമ്മൾ കേരളത്തിൽ കൊടുക്കുന്ന ടാക്സ് എത്രയോ അത് തന്നെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ പോയാലും കൊടുക്കേണ്ടത്, അത് തന്നെയാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ പോയാലും കൊടുക്കുന്നത്. സോ വൺ നേഷൻ വൺ ടാക്സ് ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് GSTയെ കുറിച്ച് ആരെന്ത് ചോദിച്ചാലും നമുക്ക് പറയാനുള്ള ഒരു ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും അത്.
ദെൻ നമ്മൾ പറയുന്നു നമ്മുടെ വാറ്റ്, CST, സർവീസ് ടാക്സ്, CAD, SAD, എക്സൈസ്, ഇത് മുഴുവൻ നമ്മൾ ഇങ്ങനെ ബണ്ടിൽഡ് ഓഫ് സർവീസസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു ചെയിൻ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത് GST എന്ന് പറയുന്ന ഒറ്റ കൂടെ കീഴിൽ കൊണ്ടുവന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് ഡ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില പുതുതായി നടത്തുന്ന കച്ചവടക്കാർക്കൊന്നും വാറ്റ് എങ്ങനെയാണ് കൊടുക്കുക, അത് എന്തിനാണ് കൊടുക്കുക, ആപ്ലിക്കബിൾ ആണെന്ന് അറിയത്തില്ല, സർവീസ് ടാക്സ് എവിടെ കൊടുക്കുന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല, CST എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം നമ്മളിവിടെ റിമൂവ് ചെയ്യുന്നുണ്ട് GST വന്നതിന് ശേഷം. കാരണം GSTയിൽ നമുക്കറിയാം നമ്മൾ ഒറ്റ ടാക്സേ ഉള്ളൂ. ആ ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടെ ഡിവൈഡ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം. ആ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ അഡ്വാൻറ്റേജിൽ അടുത്തത് പറയുന്നത്. ദെൻ റിമൂവൽ ഓഫ് കാസ്കേഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, നമ്മൾ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നൊരു പരിപാടിയാണ് നമ്മുടെ GSTയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം GSTയിൽ ഒരിക്കലും നമുക്ക് ഒരു ടാക്സിന്മേലും മറ്റൊരു ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് GST പേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു GST പേ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ഡയറക്റ്റ് ടാക്സിനകത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, സമയത്ത് സെയിൽ ചെയ്യുന്ന സമയത്തും ടാക്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് നമുക്ക്, അല്ലെങ്കിൽ ഡബിൾ പേയ്മെന്റ് ഓഫ് ടാക്സ് ഒന്നും നമുക്ക് GSTയിൽ വരുന്നില്ല. പിന്നെ ആളുകൾക്ക് ബിസിനസ് ഇപ്പോൾ പുതുതായി തുടങ്ങിയവർ, അതായത് പഴയ ട്രഡീഷണൽ ഫോമിൽ നിന്ന് GSTയിലേക്ക് വന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ പുതുതായി ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പ്രോപ്പറായിട്ട് ബുക്കും അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ GST ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ അവർക്ക് പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് GSTക്ക് ITCയും കൂടെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റും കൂടെ ഉണ്ട്. ദെൻ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ വളരെയധികം കുറയും. കാരണം നമുക്ക് GST വരുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്, GST രജിസ്റ്റേർഡ് ഉള്ളൊരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു പർച്ചേസ് ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ആ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറയും. ദെൻ എക്സ്പോർട്ടിങ് ആക്ടിവിറ്റി. നമുക്ക് എക്സ്പോർട്ടിൻ്റെ റേറ്റ് നമ്മൾ എപ്പോഴും 0 റേറ്റഡ് സപ്ലൈ ആണ് എക്സ്പോർട്ടൊക്കെ. സോ എക്സ്പോർട്ട് കൂടുതൽ നടത്താനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ ടെൻഡൻസി കൂടുന്ന സമയത്ത് നമ്മുടെ GDP ഇൻക്രീസ് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് GSTയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് ബേസ് ആയിട്ട് പറയാൻ സാധിക്കും. സോ ഇതാണ് ബേസിക്കലി GSTയുടെ അഡ്വാൻറ്റേജ്. ദെൻ വൺ നേഷൻ വൺ ടാക്സ്. അത് നമ്മൾ പറയുന്നു എല്ലാ ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലായിടത്തും നമ്മുടെ GST ആപ്ലിക്കബിൾ ആണ്. ദെൻ ഡ്യുവൽ GST മോഡൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡ്യുവൽ GST മോഡൽ വേറൊന്നുമല്ല, നമ്മുടെ CGST, SGST, IGST, UTGST. CGST അറിയാം, സെൻട്രൽ ടാക്സ് ആണ്, സെൻട്രൽ GST ആണ്, അത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. SGST എന്ന് പറയുന്നത് സ്റ്റേറ്റ് GST ആണ്, കളക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. IGST ഇൻ്റഗ്രേറ്റഡ് GST ആണ്, കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസിലാണ് നമ്മൾ IGST കളക്ട് ചെയ്യുന്നത്. ദെൻ യൂണിയൻ ടെറിട്ടറി നമുക്കറിയാം, യൂണിയൻ ടെറിട്ടറീസിൽ വരുന്നത് യൂണിയൻ ടെറിട്ടറി GST ആണ്. യൂണിയൻ ടെറിട്ടറീസ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് ലെജിസ്ലേച്ചർ വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡ്, ലക്ഷദ്വീപ്, ദമാൻ ആൻഡ് ദിയു, ദദ്ര നാഗർ ഹവേലി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. 5 എണ്ണമാണ് നമ്മുടെ വിത്തൗട്ട് ലെജിസ്ലേച്ചറിലുള്ളത്. വിത്ത് ലെജിസ്ലേച്ചറിലുള്ളത് നമ്മുടെ പോണ്ടിച്ചേരിയും ഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ആ 7 എണ്ണത്തിൽ 2 എണ്ണത്തിന് ലെജിസ്ലേച്ചർ ഉണ്ട്, ബാക്കിയുള്ള 5 എണ്ണത്തിന് ലെജിസ്ലേച്ചർ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ IGST എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IGST ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മറ്റത് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല. IGST കൂടുതലും ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ IGST കൊടുക്കുന്നത്. ഇനി നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GSTയുടെ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നത് ഓൺലൈൻ വഴിയാണ്. നമ്മൾ ഓഫ്ലൈൻ വഴി നമ്മൾ ഒരു കാര്യങ്ങളും GSTയിൽ വരുന്നില്ല, നമ്മളെല്ലാം ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നത്. സോ ഗുഡ്സ് ആൻഡ് സർവീസസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു നോൺ ഗവൺമെൻറ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതായത് നമ്മുടെ GSTയുടെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഇൻ്റർസ്റ്റേറ്റ് ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ടാക്സ് ഒക്കെ അടയ്ക്കാനായിട്ട് ഫിസിക്കലായിട്ട് അടയ്ക്കുന്നെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ GSTN എന്ന് പറയുന്ന നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു നെറ്റ്വർക്കിലൂടെ നമുക്ക് പല
കാര്യങ്ങളും പല ട്രാൻസാക്ഷൻസും നമുക്ക് അതിലൂടെ നടത്താം. അതിൻ്റെ ടാക്സ് പേയ്മെൻറ്റും നടത്താൻ സാധിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് GSTൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പുതിയൊരു വ്യക്തിക്ക് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓരോ മന്ത്ലി റിട്ടേൺ, ക്വാർട്ടർലി റിട്ടേൺ, ഹാഫ് ഇയർലി റിട്ടേൺ, ആനുവൽ റിട്ടേൺ ഇതൊക്കെ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ. ദെൻ ക്രിയേഷൻ ഓഫ് ചെല്ലാൻ ടാക്സ് പേയ്മെൻറ്റ്, അതായത് ടാക്സ് പേയ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെല്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ക്ലിയറിംഗ് ഹൗസിൽ നിന്ന് എന്തെങ്കിലും ക്ലിയർ ചെയ്ത് കിട്ടാനുണ്ടെങ്കിൽ, പിന്നെന്താ IGST പേയ്മെൻറ്റ് എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് GSTN എന്ന് പറയുന്ന നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ബിസിനസ്സിൻ്റെ പ്രോസസ്സിനെയും ബിസിനസ്സിൻ്റെ ഫോർമാറ്റിനെയും എല്ലാം ഹാർമോണൈസ് ചെയ്യുന്നതാണ് നമ്മുടെ GST നെറ്റ്വർക്ക്. ഒരു സെൻട്രലൈസ്ഡ് ഏജൻസിയാണ് GST എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഓരോ വ്യക്തിക്കും അവർ സപ്ലൈ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എത്ര GST പേയ്മെൻറ്റ് നമ്മൾ അറിയുന്നു, ആ പേയ്മെൻറ്റ് നമ്മൾ തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അടച്ചടച്ച് പോകുന്നു. നമുക്ക് അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ, അതായത് ഇന്ത്യയിലെ ഏതൊരു നാനാഭാഗത്തും കിടക്കുന്ന പല വ്യക്തികളെയും നമുക്ക് ഒറ്റ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് GST നെറ്റ്വർക്ക്. ദെൻ നമുക്ക് GST കൗൺസിലാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും വിട്ടുകളയരുത്. നമുക്ക് GST കൗൺസിൽ എന്താണെന്നറിയണം, കൗൺസിൽ എപ്പോൾ രൂപപ്പെട്ടു എന്നറിയണം, എന്തൊക്കെയാണ് കൗൺസിൽസിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് അറിയണം. സോ GST കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 279A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എംപവേർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് GST കൗൺസിൽ. അതായത് ആർട്ടിക്കിൾ 279A പ്രകാരം നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് GST കൗൺസിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പുള്ളിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 15 സെപ്റ്റംബർ 2016 ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയർപേഴ്സൺ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ആസ് എ മെമ്പർ, അതൊരു മെമ്പറായിട്ട് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും ഉണ്ടാവും. സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് റവന്യൂ മിനിസ്റ്റർ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ആസ് എ മെമ്പർ ഓഫ് ദി കൗൺസിൽ. ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്ററോ റവന്യൂ മിനിസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്ററെ നമ്മൾ നോമിനേറ്റ് ചെയ്തോ, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു മെമ്പർ നോമിനേറ്റ് ചെയ്തൊരു മിനിസ്റ്ററിനെ നമുക്ക് മെമ്പർ ഓഫ് കൗൺസിലായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. GST കൗൺസിൽ ഷാൽ സെലക്ട് വൺ ഓഫ് ദം ആസ് വൈസ് ചെയർപേഴ്സൺ ഓഫ് ദി കൗൺസിൽ. ഇതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ഓഫ് ദി കൗൺസിൽ. അപ്പോൾ നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് നമ്മുടെ ചെയർപേഴ്സൺ. ബാക്കി വൈസ് ചെയർപേഴ്സണായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെങ്കിൽ സ്റ്റേറ്റ് റവന്യൂ മിനിസ്റ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്ററോ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. ഇവരിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ വൈസ് ചെയർപേഴ്സണായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ GST കൗൺസിലിനെ രൂപപ്പെടുത്തിയിരിക്കുന്ന അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാക്സ് റേറ്റ് എത്രത്തോളമാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ GST റേറ്റ് ചില ഗുഡ്സ് നമ്മൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന, എക്സ്പെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലക്ഷറി ഐറ്റംസിനൊക്കെ ഹൈ ടാക്സ് റേറ്റ് ആണ്. ബിക്കോസ് അത് കൺസ്യൂം ചെയ്യുന്നത് കൂടുതലും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫോളോ ചെയ്യുന്ന കൺസ്യൂമേഴ്സാണ്. സോ ടാക്സ് റേറ്റ് എത്രത്തോളമാണ്, എക്സംഷൻ ലിമിറ്റ് എത്രത്തോളമാണ്, ത്രെഷോൾഡ് ലിമിറ്റ്സ് എത്രത്തോളമാണ്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് കൺസ്യൂമേഴ്സ് തമ്മിലോ സപ്ലയേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലോ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് നമുക്ക് റിഡ്രസ് ചെയ്യാനായിട്ട് GST ലെജിസ്ലേഷൻ ഇൻക്ലൂഡിങ് റൂൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസും റൂൾസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഫങ്ഷൻസ് ഓഫ് GST കൗൺസിലിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ GSTയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. GST എങ്ങനെ രൂപപ്പെട്ടു, GSTയും ഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് GST, എന്താണ് GST നെറ്റ്വർക്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, GST കൗൺസിൽ എന്താണ്, കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആരൊക്കെയാണ്, കൗൺസിലുള്ള ആളുകൾ ആരൊക്കെയാണ്, അവർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ GSTയെ കുറിച്ച് ബേസിക് ആയിട്ടെങ്കിലും ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.